സത്യഭാമ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇപ്രാവശ്യം നാഷണൽ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ അവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഇത് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പടകളെല്ലാം എത്തിയിട്ടുണ്ട്. അറ്റൻഡൻസ് വിളിച്ച് സാർ ഓരോരുത്തരായിട്ട് ബസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എന്തോ ഒരു എല്ലാവരെയും കുറച്ച് ദിവസത്തെ ഒരാഴ്ചത്തേക്കാണെങ്കിലും ഒന്ന് മിസ് ചെയ്യുന്നതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു ഞാൻ. അവരെന്ത് അവിടെ നിന്ന് നോക്കി ടാറ്റയൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു വിഷമം. ഞങ്ങളുടെ സ്വന്തം സിദ്ദിഖ് സാർ യൂണിവേഴ്സിറ്റി DSS ആണ്. അപ്പോൾ സാറിൻ്റെ ലാസ്റ്റ് മിനിറ്റ് മോട്ടിവേഷനാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് 3 മണിയൊക്കെ ആക്കി സത്യഭാമയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒരു ദിവസം നീണ്ടുന്ന യാത്രയ്ക്ക് ശേഷം പിറ്റേ ദിവസം ഉച്ചയൊക്കെ നമ്മൾ സത്യഭാമയിലെത്തി. അതിനുശേഷം രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് അവർ നമുക്ക് ഹോസ്റ്റൽസൊക്കെ പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ അവിടെ എത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മെസ്സിലേക്കാണ് പോയത്. അവിടുത്തെ മെസ്സ് എന്നൊക്കെ പറഞ്ഞത് 1.5 മെസ്സാണ്. പിന്നെ ഭക്ഷണം അതുപോലെ നമുക്ക് കൺഫ്യൂഷനാണ് ഏത് കഴിക്കണം. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ മത്സരമൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കൾച്ചറൽ പൊസിഷൻ ആയിരുന്നു. അങ്ങനെ കൾച്ചറൽ പൊസിഷനൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. നമ്മളൊരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അവിടെ ഓരോ ദിവസവും ഓരോരോ വെറൈറ്റി മെനുവാണ്. ഇത് കണ്ടോ, ഇത് അവിടുത്തെ ബാത്റൂം. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ റൂമിനെക്കാട്ടി വൃത്തി അവിടുത്തെ ബാത്റൂമാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ബെഗ് നോക്കി അങ്ങനെ ഫൈനലി നമുക്ക് ദിവസം നമ്മൾ പോകുന്നത് ലാസ്റ്റ് ദിവസം ബെഗ് കിട്ടി. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇത് നമ്മുടെ ദിവസത്തെ ഡിന്നറാണ്. എല്ലാ ഭക്ഷണവും അവിടെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിവിടെ അവിടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ടൊരു ചാൻസ് കിട്ടി. നമ്മൾ ശുഭിച്ചേച്ചി കാരണം ശുഭിച്ചേച്ചിയുടെ ചെരുപ്പ് പൊട്ടി. അങ്ങനെ ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി ചെരുപ്പ് മേടിക്കാൻ വേണ്ടി എനിക്ക് സത്യഭാമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കുഴപ്പമില്ല, ഓടി ഈ വെയിലത്തൊക്കെ അയ്യോ ഒരു ഭംഗിയൊന്നും കാണുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ തരത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഒരു വേറൊരു യൂണിവേഴ്സിലെത്തിയൊരവസ്ഥയാണ്. എനിക്ക് അവിടെ ഉള്ള ഞങ്ങൾക്ക് തന്നെ കണ്ട് തീർക്കാൻ പറ്റിയില്ല. ഇത് ശരിക്കും വളരെ സ്പെഷ്യലാണ്. അച്ഛനും ഒന്നിച്ച് ഒരു വേദിയിലിരിക്കുന്നു. ദിവസമായി നമ്മൾ സ്റ്റേജിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ റൂം. നമുക്കാണെങ്കിൽ അവിടുന്ന് സത്യഭാമ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ബാഗ് തന്നു എല്ലാവർക്കും, പാർട്ടിസിപ്പൻസിനെല്ലാം. ഇത് നമ്മുടെ ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി അവരെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 ദിവസം മത്സരിക്കും. ഈ 5-ാമത്തെ ദിവസമാണ് ഈ റിസൾട്ട് എല്ലാം പറയുന്നത്. അതുവരെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ടെൻഷൻ ഇരിക്കുന്നത്. എന്തായിരിക്കും റിസൾട്ട്? ലാസ്റ്റ് ദിവസം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വന്നിരിക്കും. അതിൻ്റെ റിസൾട്ട് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. പക്ഷെ ഇത്രയും വെയിറ്റ് ചെയ്ത് അറിയുന്നത് ഒരു പ്രത്യേക നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുക്കുവിനെ പോലൊക്കെയുള്ള നല്ല നല്ല ആൾക്കാരെ കിട്ടിയതിൽ ഫ്രണ്ട്സായി കിട്ടിയത് ഞാൻ അഭിമാനിക്കുന്നു. അതെ, അതാണ് ഹരി പറയുന്നത്. ഞാൻ ഭാവിയിൽ ജൂനിയറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ചേച്ചിയാണ്. അങ്ങനെ റിസൾട്ട് എല്ലാവരും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ തിരിച്ച് യൂണിവേഴ്സിറ്റി എൻ്റെ വീട്ടിലായിരുന്നു പോകുന്നത്. അങ്ങനെ നമുക്ക് സത്യഭാമ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ബസ് ഉണ്ടായിരുന്നു. അവർ നമ്മുടെ ചെന്നൈ സെൻറ്ററിലേക്ക് ആക്കി തന്നു.
ഇതിൻ്റെ സെക്കൻഡ് നാഷണൽസ് ആണ്. അപ്പോൾ കഴിഞ്ഞ നാഷണൽസിനെക്കാട്ടിലും കുറേയും കൂടെ ഫെസിലിറ്റീസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കന്ന് രാത്രിയിലായിരുന്നു പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഫസ്റ്റ് വെറുതെ ബീച്ചിലാണ്. ബീച്ചിലേക്ക് പോകുന്നത് എങ്ങനെയാണ് പോകുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്തിട്ടാണ് ബീച്ചിലേക്കാണ്. തിരുവനന്തപുരം ആ ചേട്ടൻ കൊണ്ട് ആ ചേട്ടൻ നമ്മളെ കൊണ്ടുപോയി ബീച്ചിലേക്ക്. ഇതേ മദ്രാസ് ഹൈക്കോടതി ഞാൻ ലൈഫിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ച സ്ഥലമായിരുന്നു. എന്തായാലും കാണാൻ പറ്റി. നമുക്ക് ചെന്നൈയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മൾ ഈറോഡ് വന്നിറങ്ങി അവിടെ നിന്ന് നമ്മൾ അടുത്ത ട്രെയിൻ കയറാൻ ശബ്ദത്തിൽ കയറി. അങ്ങനെ നമ്മൾ ട്രെയിൻ യാത്ര അങ്ങനെ ഈ നീണ്ട യാത്രകൾ നമ്മളൊരു 3 മണിയൊക്കെ അപ്പോൾ കോട്ടയത്തെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.